ഉത്രം മുക്കാലിൽ അത്തം ചിത്തിര അരവരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷക്കാലം ദാമ്പത്യ ജീവിതത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടം. പരസ്പരം വഴക്കുകളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസം എല്ലാം നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കർമ്മരംഗത്തും ശാരീരിക അസ്വസ്ഥതകളെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലിലൊരു സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, വളരെയധികം മാനസിക പിരിമുറുക്കം, മേലധികാരികളുടെ ചൂഷണങ്ങൾ ഇവയെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം. ജൂൺ മാസത്തെ വ്യാഴമാറ്റത്തോടുകൂടി ഇവർക്ക് കർമ്മരംഗത്തെ അസ്വസ്ഥതകളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് നല്ലൊരു അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതുപോലെ തന്നെ വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കരസ്ഥമാക്കാനുള്ള ഒരു വർഷം തന്നെയാണ്. അതുപോലെ ജൂൺ 2 വ്യാഴത്തിന്റെ 11 മാറ്റം ഭാഗ്യത്തിന്റെ പൂർണ്ണ സ്ഥിതി ഇവർക്ക് നേടിത്തരുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ കൈവശം വരുവാനും വീട്, വാഹനം മുതലായവ നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഇവരുടെ മനസ്സിലുള്ള ക്രിയേറ്റിവിറ്റി മുതലായവ നേടിയെടുക്കാൻ പറ്റിയ അവസരം തന്നെയാണ് ഈ വർഷക്കാലം. അതുപോലെ തൊഴിൽ രംഗത്ത് പ്രമോഷൻ ഇവയെല്ലാം ലഭിക്കുന്ന ഒരു വർഷക്കാലം തന്നെയാണ്. ഈ ഗ്രഹങ്ങളുടെ ഗുണഫലങ്ങൾ ലഭിക്കുവാനായി, അതുപോലെ കണ്ടശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനായി ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, ശബരിമല ദർശനം, അതേപോലെ ഇവരുടെ ജാതകത്തിലെ ദശാകാലം മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളും തേടേണ്ടതാണ്. അതേപോലെ ഇവരുടെ ഭവനത്തിന്റെ വാസ്തു കൃത്യമായി പരിപാലിക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ വർഷം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ഏവർക്കും സൗഭാഗ്യങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും വിശ്വാശംസകൾ.